ഇന്നലെ നമ്മൾ കാണിച്ചത് മഴമറയിലെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഡോളോമേറ്റ് ഇടുന്നതായിരുന്നു. ഇന്ന് നമ്മളിതേ പുറത്ത് കേട്ടോ ഡോളോമേറ്റ് ഇട്ട് 2-3 ദിവസം കിടന്നോട്ടെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്നലെ അവിടെ നമ്മൾ മഴമറയ്ക്കകത്ത് ഡോളോമേറ്റ് ഇട്ടിട്ട് നനച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മുടെ ക്യാബേജൊക്കെ കാരണം വേനൽ കൂടിയപ്പോഴേക്കുമേ ക്യാബേജൊന്നും ശരിയായില്ല, ചുമ്മാ അങ്ങനെ തറഞ്ഞു തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ മുളകിനകത്ത് പണിയായിരുന്നുകൊണ്ട് കുരുമുളക് പറിക്കുന്ന പണിയായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും നനച്ച് കൊടുക്കാനോ മറ്റുള്ളതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഇപ്പോൾ പറിച്ച് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്ത് അവിടെ മൊത്തം നമ്മളിപ്പം നമ്മളുടെ ഡോളോമേറ്റ് വാരി എറിഞ്ഞ് കൊടുക്കുവാണേ. ഇതിനൊരു പ്രത്യേക അളവൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിങ്ങനെ ചുമ്മാ വാരി എറിഞ്ഞെറിഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഒരു സെൻറ്റിന് ഇത്ര, ഒരു ഗ്രോ ബാഗിന് ഇത്ര എന്നുള്ള കണക്കൊന്നും ഇടില്ല. ഒരു ഗ്രോ ബാഗിനാണ് ഒരു പിടിയൊക്കെ അങ്ങ് ചെറിയൊരു പിടിയൊക്കെ അങ്ങ് ഇടും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാ കൃഷിയും ഏത് കൃഷി തുടങ്ങിയാലും ഓരോ പ്രാവശ്യം തുടങ്ങുമ്പോഴും ഡോളോമേറ്റോ കുമ്മായമോ ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മളുടെ ഈ ഇടുക്കിയിലെ മണ്ണിന് കുറച്ച് അമ്ലത കൂടുതലുള്ള മണ്ണാണേ, അപ്പോൾ നമുക്ക് എപ്പോഴും തന്നെ ഇത് വേണ്ടി വരും. അപ്പോൾ ഓരോ കൃഷിക്കും നമ്മളിത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ മണ്ണൊരുക്കി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഞാൻ പുറകാലെ വീഡിയോ ഇടാം കേട്ടോ. എല്ലാവരുടെയും താല്പര്യം എപ്പോഴും വിളവെടുക്കുന്നതിലായിരിക്കും എനിക്കറിയാം. ഈ കൃഷി രീതികളിലൊന്നും വലിയ താല്പര്യമില്ല, കാരണം നമ്മളെ 4 ലക്ഷം പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 20,000 പേര് പോലും കൃഷി ചെയ്യുന്നവരില്ലല്ലോ. അപ്പോൾ വേറൊരു വീഡിയോ കാണാവേ.